ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ രാവിലെ പോകുന്നത് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അതുപോലെ തന്നെ ബൾക്കിയായിട്ട് മത്സ്യം വാങ്ങിക്കൊണ്ട് വന്ന് ദീർഘനാൾ കേടുകൂടാതെ എങ്ങനെയാണ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മാർക്കറ്റിൻ്റെ പേര് ബില്ലിങ്സ്ഗേറ്റ് മാർക്കറ്റ് എന്നാണ്. ഇംഗ്ലണ്ടിലുള്ളവർക്കാണെങ്കിൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും നാട്ടിൽ നിന്ന് കാണുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 5:30 മണിയായിട്ടുണ്ട്. ഈ മാർക്കറ്റിൻ്റെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പാൻ രാവിലെ 4 മണി മുതൽ 8:30 മണി വരെയാണ്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും മാർക്കറ്റ് ഇല്ല. സൺഡേ മൺഡേയും മാർക്കറ്റ് അവധിയാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും 4 മണി മുതൽ 8:30 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അധികം തിരക്കൊന്നുമില്ല. നമ്മൾ ഏകദേശം 6 മണിയോട് അടുത്തിരിക്കുന്നു ഇപ്പം. അതുകൊണ്ടായിരിക്കും രാവിലെ ആ ഓപ്പണിംഗ് ടൈമിലൊരു 4-4:30 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര റഷാണ്. ഏറ്റവും കൂടുതൽ കച്ചവടക്കാരാണ് ഇവിടെ വന്ന് മീൻ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഹോൾസെയിൽ റേറ്റിന്. അതുപോലെ നമ്മളെപ്പോലെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങാൻ വരുന്നവരും ഉണ്ട്, ധാരാളം ഉണ്ട്. ചില സമയത്ത് ഞങ്ങളും ഇങ്ങനെ ഇതുപോലെ വന്ന് ബൾക്കിയായിട്ട് ബോക്സിൽ വലിയ വലിയ ബോക്സിൽ ബൾക്കിയായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ കുറച്ച് ഫാമിലീസ് കൂടി ഫിഷ് ഷെയർ ചെയ്തെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് ചെറിയൊരു പർച്ചേസാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മാത്രം കുറച്ച് ഫിഷ് വാങ്ങുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ മാർക്കറ്റും കൂടെ നിങ്ങളെ കാണിക്കുവാണ്. വളരെ വലിയ മാർക്കറ്റാണിത്. ഏകദേശം 25,000 ടൺ മത്സ്യമാണ് ഓരോ വർഷവും ഇവിടെ കച്ചവടം നടത്തുന്നത്. അതിൻ്റെ 40% വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മത്സ്യങ്ങളാണ്. ഈ മാർക്കറ്റ് കോംപ്ലക്സ് അതിൻ്റെ കാർ പാർക്കും കൂടി ഏകദേശം 13 ഏക്കറോളം സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിൻ്റെ വലിപ്പം എന്തുമാത്രം ഉണ്ടെന്ന്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷ് ഉണ്ട് ഇവിടെ. ജീവനുള്ള ലോബ്സ്റ്റേഴ്സും അതുപോലെ ഞണ്ടും ഒക്കെ ഇങ്ങനെ കളിച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. പല പല മത്സ്യങ്ങളുടെയും പേരുകൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും. ഇവിടെ വരുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പല പല മത്സ്യങ്ങളും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എന്നും പോയി ഫിഷ് വാങ്ങിക്കൊണ്ട് വന്ന് ഫ്രഷായിട്ട് കട്ട് ചെയ്ത് കറി വെച്ച് കഴിക്കലൊന്നും നടക്കത്തില്ല. അപ്പോൾ അവധിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ പോയി ഒരുമിച്ച് ഫിഷ് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മളത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എളുപ്പത്തിലെടുത്ത് കറി വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫ്രീസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ കണ്ടോ, വലിയ മീനുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്കും പല മീനിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇംഗ്ലീഷ് പേരുകളാണ്. ഇവിടെ ഒരുപാട് മലയാളി കച്ചവടക്കാരും ഉണ്ട്, ഇംഗ്ലീഷുകാരും ഉണ്ട്, എല്ലാ നാട്ടിൽ നിന്നുള്ള മനുഷ്യരും ഉണ്ട്. ഇവിടെ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മീനുകളൊക്കെ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ പേരുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്രയും വലിയ ചിപ്പിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ കണവ, കക്ക എല്ലാം ഉണ്ട്. ആവൂലി, നമ്മുടെ കിളിമീൻ. ഇപ്പോൾ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഞങ്ങളധികം മീനൊന്നും വാങ്ങിയിട്ടില്ല ഇപ്രാവശ്യം. കുറച്ച് സാമനും ചെമ്മീനും ആവൂലിയുമാണ് മേടിച്ചേക്കുന്നത്. ഇനി നമ്മൾ അത് കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ 2 ആവൂലി കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഈ ഒരു മെത്തേഡിൽ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷ് വളരെ ഫ്രഷായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഒരു 2 മാസത്തേക്കൊക്കെ ഞാനിങ്ങനെ ഫ്രീസ് ചെയ്ത് വയ്ക്കാറുണ്ട്. ഒരു കേടുമില്ലാതെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫിഷെല്ലാം കട്ട് ചെയ്ത് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നികയ്ക്ക് വെള്ളം ഒഴിച്ച് വെക്കണം ഇതിനകത്ത്.
വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു മൂടി കൊണ്ട് അടച്ച് നമ്മളൊരു വലിയ ഫ്രീസറുണ്ട് ഇവിടെ, ആ ഫ്രീസറിൽ കൊണ്ടുവന്ന് ഫ്രീസ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ വലിയ ഫ്രീസർ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.